അപ്പോൾ തക്കാളി മുറുക്കുണ്ടാക്കാം അല്ലേ. അപ്പോൾ അതിനായിട്ട് നമ്മൾ 2 ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. നമ്മൾ നല്ല ചൂട് വെള്ളത്തിലേക്ക് നമ്മളിതെല്ലാം ഇട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഒരുമാതിരി ഇങ്ങനെ തിളച്ചൊരു രീതിയിൽ വരുമ്പോൾ ഒരു പുഴുങ്ങിയ പോലെ വരും. അന്നേരത്തേക്ക് നമ്മളത് എടുക്കണം. അതെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു മിക്സി ജാർ എടുത്തിട്ട് അതിലേക്ക് ഇടാം. പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടെ വേണം കേട്ടോ. പിന്നെ കുറച്ച് ജീരകമാവാം. അപ്പോൾ മുളക് പൊടി ഒരു കളറിനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ നുള്ളുപ്പിടാം, ആവശ്യത്തിന് ഉപ്പായിക്കോട്ടെ. പിന്നെ നമ്മൾ വെളുത്തുള്ളി ഓൾറെഡി ഞാൻ പറഞ്ഞതാണ് കേട്ടോ. അപ്പം അതുകൂടി ഇട്ടിട്ട് പിന്നെ അരിപ്പൊടി വേണം. അരിപ്പൊടി നമ്മളൊരു ബൗൾ ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ കടലപ്പൊടി കേട്ടോ, അരിപ്പൊടിയും കടലപ്പൊടിയും വേണം കേട്ടോ. അപ്പോൾ അത് നമ്മളിട്ട ശേഷം നമ്മുടെ ആ ഒരു മുമ്പേ ചെയ്തത് നമ്മൾ അടിച്ചെടുത്ത് അതിലേക്ക് മിക്സ് ചെയ്യുക കേട്ടോ. മിക്സ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ, നോർമലായിട്ട് നമ്മൾ കുഴക്കത്തില്ലേ ചപ്പാത്തിക്കൊക്കെ വേണ്ടി, അപ്പോൾ അത് കുഴക്കുന്ന പോലെ ഇത് കുഴച്ചെടുത്തിട്ട് നമ്മളൊരു അച്ചെടുക്കുക കേട്ടോ. ഒരു വെള്ളം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അത് ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ട്. സോ അത് ചെയ്യണം. പിന്നെ നമ്മളൊരു അച്ചെടുക്കുക. ആ അച്ചിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ പുട്ടിൻ്റെ സംഭവമില്ലേ അത് വെച്ചിട്ട് നമുക്ക് ഇത് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അങ്ങനെയും ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമ്മൾ നേരെ എന്ത് ചെയ്യുക, പാനിൽ ഓയിൽ ഒഴിച്ചിട്ട് നേരെ എന്ത് ചെയ്യുക വെച്ചിട്ട് നേരെ ഇങ്ങനെ കറക്കി കൊടുക്കുക. അത് നമ്മുടെ ഷേപ്പ് അനുസരിച്ച് നമുക്ക് നല്ല ടൊമാറ്റോ മുറുക്ക് കിട്ടും കേട്ടോ. പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെ നിൽക്കണം കേട്ടോ, ഇത് അല്ലെങ്കിൽ കരിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം സൂക്ഷിക്കണം. അപ്പം നല്ല രീതിക്ക് നമ്മുടെ ടൊമാറ്റോ മുറുക്ക് നമുക്ക് അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു. അപ്പോൾ ഇതിപ്പോൾ തന്നെ റെഡി ആവും കേട്ടോ, നമ്മൾ വേഗം തന്നെ റെഡി ആവും. അപ്പോൾ അത് റെഡി ആയും കൂടി കഴിഞ്ഞിട്ട് വേണം നമുക്ക്